യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻസാണ് യൂസർ ഡിഫൈൻ ഫങ്ഷൻസ്. ചില ഫങ്ഷനുകൾ ഇപ്പോൾ നമ്മൾ ഓരോ പ്രോഗ്രാമൊക്കെ എഴുതുമ്പോൾ ചില ഫങ്ഷൻസ് നമ്മൾ തന്നെ, അതായത് അതിന് വേറൊരു പ്രീ ഡിഫൈൻ ഫങ്ഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യാം, ഒരു ഫങ്ഷനെ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. യൂസറിന് തന്നെ ക്രിയേറ്റ് ചെയ്യാം. യൂസറിന് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇപ്പോൾ സമ്മ് കണ്ടുപിടിക്കാനാണെങ്കിൽ സമ്മെന്നോ അല്ലെങ്കിൽ പ്രോഡക്റ്റെന്നോ എന്ത് വേണമെങ്കിലും ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫംഗ്ഷൻ്റെ പേര് നമുക്ക് തന്നെ പറയാൻ പറ്റും, അതിൻ്റെ ടൈപ്പ് എന്താണെന്ന് പറയാൻ പറ്റും, അതിന് ആർഗ്യുമെൻ്റ് ഉണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും, അതിൻ്റെ റിട്ടേൺ ടൈപ്പ് പറയാൻ പറ്റും. നമുക്ക് എല്ലാതും, അതിൻ്റെ ബോഡി എന്താണെന്നും അതിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്നൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഫങ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് യൂസർ ഡിഫൈൻ ഫങ്ഷൻ? ഇവിടെ ഒരു സിൻടാക്സ് തന്നിട്ടുണ്ട്. ഒരു യൂസർ ഡിഫൈൻ ഫങ്ഷൻ എങ്ങനെയായിരിക്കും? ഇപ്പോൾ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു ഫങ്ഷനാണ് അല്ലേ. ഇപ്പോൾ നമ്മളായിട്ടൊരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോഴും നമ്മളായിട്ടൊരു ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോഴും അതിനൊരു സ്പെസിഫൈഡ് സിൻടാക്സ് നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഒരു യൂസർ ഡിഫൈൻ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു സിൻടാക്സ് എന്താണ്? ഇവിടെ നോക്കാം. ആദ്യം ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ടായിരിക്കും. ഡാറ്റ ടൈപ്പ്, പിന്നെ ഫംഗ്ഷൻ്റെ പേര് എന്താണോ ആ ഫംഗ്ഷൻ്റെ പേര്, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് ബ്രാക്കറ്റിൽ. ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിസ്റ്റ് പാസ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ലിസ്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. എന്നിട്ട് ആ ഫംഗ്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എഴുതാനായിട്ട് ഓപ്പണിംഗ് കേളി ബ്രാക്കറ്റ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ബോഡി എഴുതുക, സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദി ബോഡി, അത് നമ്മൾ എഴുതുക. അത് കഴിഞ്ഞ് നമ്മളത് ക്ലോസ് ചെയ്യാം. ഈ ഒരു പാറ്റേണിലാണ് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ്? ഡാറ്റ ടൈപ്പ് ഉണ്ടാവും, ഫംഗ്ഷൻ്റെ പേരുണ്ടാവും, ബ്രാക്കറ്റ് നിർബന്ധമാണ്. ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് ഓപ്ഷണലാണ്. ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അവിടെ വയ്ക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് അവിടെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും കേളി ബ്രാക്കറ്റ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ആ ഫംഗ്ഷൻ്റെ പർപ്പസ് എന്താണോ ആ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ബോഡിയായിട്ട് എഴുതുക. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു ഫങ്ഷൻ ഡെഫിനിഷൻ എന്നാണ് പറയാം. ഇങ്ങനെ നമ്മൾ ഫങ്ഷൻ എന്താണ്, അതിൻ്റെ പേരെന്താണ്, ഡാറ്റ ടൈപ്പ് എന്താണ്, ആർഗ്യുമെൻ്റ് ഏതാണ്, അതുപോലെ ബോഡി എന്താണ്, ഇതൊക്കെ ഇങ്ങനെ വിവരിച്ച് ഇങ്ങനെ എഴുതുന്നതിനെ ഫങ്ഷൻ ഡെഫിനിഷൻ എന്നാണ് പറയുന്നത്. ഒരു ഫങ്ഷനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫങ്ഷൻ ഡെഫിനിഷൻ എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഇവിടെ ഈ ഡാറ്റ ടൈപ്പ്, ഫങ്ഷൻ നെയിം, ആർഗ്യുമെൻ്റ് ലിസ്റ്റ്, ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഫങ്ഷൻ ഹെഡർ എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്തിന് ഫങ്ഷൻ ഹെഡർ എന്നും, ബാക്കി ആ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അത്രയും ഭാഗത്തിന് നമ്മൾ ഫങ്ഷൻ ബോഡി എന്നുമാണ് പറയാം. കാരണം ഫങ്ഷൻ ഹെഡർ എന്ന് പറയുന്നത് എന്താ കാരണം, ഒരു ഫങ്ഷൻ്റെ ഹെഡർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരെന്താണ്, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടോ, അതിൻ്റെ ടൈപ്പ്, അതുപോലെ ഫങ്ഷൻ്റെ